ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈവിൽ ഇപ്പോൾ നടന്നൊരു സംഭവമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ചുരുക്കി നമുക്ക് ആ കാര്യത്തിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ അനുമോൾ പൊട്ടിക്കരയാണ് മാറിയിരുന്നത്. എന്തുകൊണ്ടാണ് കരയുന്നതെന്ന് ചോദിച്ചാൽ, മുമ്പ് ആര്യൻ അനുമോളോട് കൈകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു ആക്ഷൻ കാണിച്ചു എന്നാണ് പറയുന്നത്. ആക്ഷൻ കാണിച്ചു എന്നത് ആര്യനും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോഴല്ല, മുമ്പാണ് കാണിച്ചത്. അനുമോൾ ഇപ്പോഴാണ് പ്രതികരിച്ചത്. എന്തുകൊണ്ട് മുന്നേ കാണിച്ചപ്പോൾ ആ സമയത്ത് പ്രതികരിച്ചില്ല എന്നാണ് അനുമോളോട് മറ്റ് മത്സരാർത്ഥികൾ ചോദിക്കുന്നത്. ആ സമയത്ത് എനിക്ക് പ്രതികരിക്കാൻ തോന്നിയില്ല. ആര്യൻ്റെ എത്ര മൂത്തതാണ് ഞാൻ, എന്നോട് അവൻ ഇങ്ങനെ കാണിക്കാൻ പാടുണ്ടോ, അവൻ 23 വയസ്സല്ലേ എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ ശാരിക പറയുന്നുണ്ട്, വയസ്സിൻ്റെ കാര്യം പറയണ്ട, അവൻ 23 വയസ്സാണെങ്കിൽ അവൻ 23 വയസ്സേ ഉള്ളൂ, അതിന് വയസ്സിൻ്റെത് ഇവിടെ പറയണ്ട. നമുക്ക് എന്തുകൊണ്ട് ആ സമയത്ത് ഈ കാര്യങ്ങൾ നീ പറഞ്ഞില്ല, അപ്പോൾ പ്രതികരിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അനുമോളെ കൂടെ ആരും സപ്പോർട്ട് ചെയ്തില്ല എന്നാണ് ലൈവിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ അനുമോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പുറത്തെത്തി അവിടുന്ന് കരയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ട് മുൻഷി രഞ്ജിത്ത് ചെന്ന് അനുമോളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അവൻ കുറേ എന്നോട് ഇങ്ങനെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ ആക്ഷൻ കാണിക്കുന്നു, അവനെല്ലാം തമാശയാണ്, അവൻ്റെ തമാശ എനിക്കത്ര പിടിക്കുന്നില്ല, ഞാൻ ഇങ്ങനത്തെ ഒരാളല്ല, കരയുന്ന ഒരാളല്ല, ഞാൻ നന്നായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ്, ഞാനൊന്ന് പൊട്ടിച്ചേനെ എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ മുൻഷി രഞ്ജിത്തും അതേപോലെ തന്നെ ബിൻസി അവിടെയുണ്ട്. അവരൊക്കെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് അനുമോളെ. അപ്പോൾ സമാധാനിപ്പിച്ചുകൊണ്ട് അവളോട് പറയുന്നുണ്ട്, അടുത്ത നിമിഷം നിൻ്റേതാണ്, നീ നന്നായിട്ട് ഗെയിം കളിക്കുക, നീ തളരരുത്, നീ കരയരുത്, ഒരു ഗെയിമാണിത് എന്നൊക്കെ ഇങ്ങനെ മുൻഷി രഞ്ജിത്തും ബിൻസിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അനുമോൾക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മോശപ്പെട്ട രീതിയിൽ അങ്ങനെ കാണിച്ചു, അത് ശരിയായില്ല എന്ന് തന്നെയാണ് അനുമോൾ അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ലൈവ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.